إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون تلك الجنة التي نورث من عبادنا من كان تقيا സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹിജറ വർഷം 1446 പരിശുദ്ധ റമദാൻ മാസവും നമ്മോട് വിട പറയുകയാണ്. അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമദാനിനെ വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും സ്വീകരിച്ചവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഇന്നിപ്പോൾ റമദാനിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിന് പരിസമാപ്തി കുറിക്കുന്ന ഈ വേളയിൽ വിശ്വാസികളെന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള കൃത്യമായ പ്ലാനിംഗ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനങ്ങൾ നോക്കിയാണ്. ഓരോ ദിവസത്തെയും നോമ്പ് പരിഗണിക്കുന്നത് നോമ്പ് തുറക്കാൻ സമയം വരെ അവൻ എങ്ങനെയായിരുന്നു എന്നത് നോക്കിക്കൊണ്ടാണ്. തുടക്കം മാത്രമല്ല, ഒടുക്കവും നന്നാകണം എന്നർത്ഥം. റമദാനിനെ പരിഗണിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാന ദിവസങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമസ്കാരം പരിഗണിക്കുന്നത് അതിന്റെ തശഹുദിൽ ഇരുന്നു കൊണ്ട് അവൻ ചൊല്ലുന്ന ദിക്റുകൾ, ദുആവുകൾ എത്രത്തോളം ആത്മാർത്ഥമായി അവൻ നിർവഹിക്കുന്നു എന്നതിനെ പരിഗണിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഏതേത് ഇബാദത്തുകളും അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാന സന്ദർഭങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്നത് റമദാൻ നമുക്ക് മുതലായോ എന്നതിനുള്ള അടയാളമായി നാം കാണേണ്ടതുണ്ട്.
സലഫുകൾ പറഞ്ഞു, റമദാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നന്മകൾ നിലനിർത്താൻ സാധിക്കുന്നവന് അവിടുന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ നന്മകൾ നിലനിർത്താൻ സാധിക്കും എന്നാണ്. സഹോദരങ്ങളെ, ഇതുവരെ ചെയ്തതിലേറെ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഇതുവരെ നാം നിർവഹിച്ച, ഇനിയുള്ള ദിവസങ്ങളിൽ നിർവഹിക്കാൻ പോകുന്ന നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സ്വീകരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ ആത്മാർത്ഥമായി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അമിതമായ ആത്മവിശ്വാസം ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് നോമ്പെടുക്കാൻ സാധിച്ചുവല്ലോ, ഞാൻ ഒരുപാട് നന്മകളിൽ മുന്നേറിയല്ലോ എന്ന അമിതമായ ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളിൽ ഒന്നായിട്ടാണ് അൽ ഉജ്ബ്, താൻ തരക്കേടില്ല എന്ന തോന്നലിനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ചിന്തയെ ശക്തമായ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എതിർത്തിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ നല്ലവരാണ് എന്ന് ഗണിച്ചു പോകരുത്. ഞാനൊക്കെ തന്നെയാണ് ഈ റമദാൻ മുതലാക്കിയവൻ, ഞാൻ തന്നെയാണ് ദാനധർമ്മങ്ങളിൽ മുൻപന്തിയിലുള്ളവൻ, ഒരൊറ്റ ദിവസത്തെയും തറാവീഹ് എനിക്ക് മുടങ്ങിയിട്ടില്ല. സംഗതി ശരി തന്നെയായിരിക്കും, പക്ഷേ അതുകൊണ്ട് ഞാൻ തരക്കേടില്ല എന്ന ചിന്തയിലേക്ക് നമ്മൾ ഒരിക്കലും എത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും ബലില്ലാഹു യുസക്കി മൻ യശാ. ഓ പ്രവാചകരെ, താങ്കൾ കാണുന്നില്ലേ ചില ആളുകൾ അവരെ തന്നെ ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നത്? ഞങ്ങൾ തരക്കേടില്ല എന്ന തോന്നലിലേക്ക് അവർ എത്തുന്നത് താങ്കൾ കാണുന്നില്ലേ? ബലില്ലാഹു യുസക്കി മൻ യശാ. അറിയുക, അല്ലാഹ് അവൻ ഉദ്ദേശിക്കുന്നവരെ സംസ്കരിക്കുകയാണ് ചെയ്യുക, നന്നാക്കുകയാണ് ചെയ്യുക. ഞാൻ നന്നായി എന്ന് സ്വയം തോന്നുന്നതിലല്ല, റബ്ബ് നന്നാക്കിയവരാണ് നന്നായവർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ താൻ തരക്കേടില്ല എന്ന തോന്നലിലേക്ക് അവൻ എത്തിക്കുന്നുവെങ്കിൽ അവന്റെ എല്ലാ തിന്മകളിലേക്കും അത് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അവന്റെ സൽക്കർമ്മങ്ങളെ അത് നശിപ്പിച്ചു കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മുഹ്ലികാത്തുൻ, മനുഷ്യരെ 3 സ്വഭാവങ്ങൾ, 3 ചിന്തകൾ നിങ്ങളെ നശിപ്പിച്ചു കളയും. ശുഹുൻ മുതാഉൻ, ഒന്ന് അനുസരിച്ചു പോകുന്ന പിശുക്കാണ്. വഹവൻ മുത്തബഉൻ, രണ്ടാമത്തേത് പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛകളാണ്, അഭിലാഷങ്ങളാണ്. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, വഇജാബുൽ മർഇ ലിനഫ്സിഹി വഇജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾക്ക് സ്വയം തരക്കേടില്ല എന്ന തോന്നൽ, ഞാൻ തരക്കേടില്ല എന്ന തോന്നൽ അവനെ നശിപ്പിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഹലാഖു ഫീ ഷൈഇൻ, 2 കാര്യങ്ങളിലാണ് നാശം കിടക്കുന്നത്. 2 കാര്യങ്ങളിലാണ് മനുഷ്യന്റെ നാശം കിടക്കുന്നത്. അൽ ഉജ്ബു വൽ ഖനൂതു, ഒന്ന് ഞാൻ തരക്കേടില്ല എന്ന നന്മകൾ ചെയ്യുമ്പോഴുള്ള അമിതമായ ചിന്ത. രണ്ടാമത്തേത് വൽ ഖനൂത്ത്, ഞാനൊന്നും നന്നാവുകയില്ല എന്ന അങ്ങേയറ്റത്തെ നിരാശ. രണ്ടും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ചോദിക്കപ്പെട്ടു, മൻ ശർറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശമായ ആളുകളായി നിങ്ങൾ കാണുന്നത് ആരെയാണ്? അദ്ദേഹം പറഞ്ഞു, മൻ യറാ അന്നഹു അഫ്ളലുഹും, ഞാനാണ് ഈ കൂട്ടത്തിൽ നല്ലവൻ എന്ന് ആർക്ക് തോന്നുന്നുവോ അവനാണ് ആ കൂട്ടത്തിലെ ഏറ്റവും ചീത്ത മനുഷ്യൻ. ഒരു സംഘം ആളുകളിൽ, ഒരു കൂട്ടം ആളുകളിൽ, ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ, ഒരു സംഘടനയിൽ, ഒരു സ്ഥാപനത്തിൽ ഞാൻ തരക്കേടില്ല എന്ന് തോന്നുന്നവനാണ് ഏറ്റവും മോശക്കാരൻ എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ലം തകൂനു തുദ്നിബൂൻ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരായി മാറിയാൽ ലഖിഫ്തു അലൈക്കും മാ ഹുവ അക്ബറു മിൻ ദാലിക്, അതിലേറെ വലിയൊരു അപകടം നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് അറിയുമോ? അൽ ഉജ്ബു, അൽ ഉജ്ബു, ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്ന ചിന്ത നിങ്ങളിൽ വന്ന് വലിയ തെറ്റായി മാറും. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ കാര്യം. നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരായാൽ, നിങ്ങൾ ഏത് നന്മകളും ചെയ്യുന്നവരായി മാറിയാലും ഞാൻ പേടിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്യാത്തവനാണ്, ഞാൻ നന്മ ചെയ്തവനാണ് എന്ന ചിന്ത നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കുറെ നന്മകൾ ചെയ്തിട്ട് ഉജ്ബ് തോന്നുന്നതിലേറെ നല്ലത്
തെറ്റ് ചെയ്തു പോയിട്ട് ഖേദമുണ്ടാകലാണ് ഇന്ന് പോലും സലഫുകൾ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുകയാണ്, ഞാൻ രാത്രി നമസ്കരിക്കുന്ന ഞാൻ ഒരു ദിവസം രാത്രി നമസ്കരിക്കാതെ ഉറങ്ങിപ്പോവുകയും എന്നിട്ട് നേരം വെളുക്കുമ്പോ ഞാൻ ഇന്നലെ രാത്രി നമസ്കരിക്കാത്തത് ശരിയായില്ല എന്ന് എനിക്ക് ഖേദം തോന്നുകയും ചെയ്യുന്നതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അബീത ഖായിമൻ വഅസ്ബഹ മുഅ്ജിബാ. രാത്രി മുഴുവൻ നമസ്കരിച്ചിട്ട് നേരം വെളുക്കുമ്പോ ഞാൻ രാത്രി മുഴുവൻ നമസ്കരിച്ച ഒരാളാണ് എന്ന് തോന്നുന്നതിനേക്കാളും എനിക്കിഷ്ടം, രാത്രി മുഴുവൻ നമസ്കരിച്ചിട്ട് ഞാൻ രാത്രി നമസ്കരിച്ചവനാണ് എന്ന ഉജ്ബ് തോന്നുന്നതിലേറെ എനിക്കിഷ്ടം ഞാൻ നമസ്കരിക്കാതിരുന്നിട്ട് നമസ്കരിക്കാത്തത് ശരിയായില്ലല്ലോ എന്ന എന്റെ മനസ്സിന്റെ കുറ്റബോധമാണ് എന്ന് മഹാന്മാരായ സലഫുകൾ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സലഫുകൾ, സച്ചരിതരായ പൂർവ്വസൂരികൾ ഏതേത് നന്മകൾ ചെയ്യുമ്പോഴും നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചവരായിരുന്നു. സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചവർ, നരകം കിട്ടുമോ എന്ന് ഭയന്നവർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലേറെ നന്മകൾ ചെയ്ത, നന്മകൾക്ക് വേണ്ടി പരിശ്രമിച്ച, നന്മകൾക്ക് വേണ്ടി ലോകം ഭരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ മുനാഫിക്കുകളുടെ, കപടവിശ്വാസികളുടെ പേരുകൾ എണ്ണി എണ്ണി പഠിപ്പിച്ച പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ചെന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നശത്തുക്കല്ലാ യാ ഹുദൈഫ, അല്ലാഹനെ സാക്ഷി നിർത്തി ഹുദൈഫ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹ്, പ്രവാചകൻ മുനാഫിക്കുകളുടെ പേരുകൾ എണ്ണി പറഞ്ഞപ്പോൾ ഒന്ന് എന്റെ പേരാണോ, എന്റെ പേര് അതിലുണ്ടോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഭരണാധികാരിയായ സ്വഹാബിയായ അദ്ദേഹം ചിന്തിക്കുന്നുവെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വലാ ഉസ്കി ബഅദക അബദൻ അഹദൻ, ഇല്ല, താങ്കൾ അതിലില്ല, ഇനി ഒരാളെ കുറിച്ചും ചോദിക്കണ്ട, ഒരാളെ കുറിച്ചും ഞാൻ അങ്ങനെ പറയുകയില്ല എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നാം ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ സ്വീകരിക്കപ്പെടാതെ പോയാലോ സഹോദരങ്ങളെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേരറിയാത്ത ഒരാളും ഈ ജുമുഅ ഖുതുബകളിൽ പങ്കെടുക്കുന്നില്ല എന്നത് ഉറപ്പാണ്. ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ തന്റെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ കരയുകയാണ്. അദ്ദേഹത്തോട് ചെന്ന് ചിലർ ചോദിച്ചു, അങ്ങ് എന്താണ് വല്ലാത്തൊരു വിഷമം പ്രകടിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, ഞാനിങ്ങനെ ചിന്തിച്ചുപോയി, അസ്സഫറു തവീൽ, എന്റെ ശ്വാസം നിലക്കുന്നതോടുകൂടി തുടങ്ങുന്ന ജീവിതമില്ലേ, അത് നീണ്ട യാത്രയാണ്. ബർസഖി ജീവിതം, ഖബർ ജീവിതം, പരലോകയാത്ര നീണ്ട യാത്രയാണ്. വസ്സാദു ഖലീൽ, ആ യാത്രയിൽ കൊണ്ടു നടക്കാൻ എന്റെ കയ്യിൽ വിഭവങ്ങൾ, യാത്രാപാതേയം, ഈമാനും തഖ്വയും അമലു സ്വാലിഹും എന്റെ കയ്യിൽ കുറവാണ്. വൽ മൗതു ഖരീബ്, ഇനി അധികമുണ്ടാക്കാൻ സമയമില്ല, മരണം അടുത്തുണ്ട് എന്നതാണ് എന്നെ കരയിപ്പിക്കുന്ന ഘടകമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷ വേണം, പക്ഷേ ഉജ്ബ് പാടില്ല, അമിതമായല്ല ചിന്ത പാടില്ല. നമുക്ക് പ്രതീക്ഷ വേണം, അതോടൊപ്പം നമുക്ക് ഭയവും വേണം. നമുക്ക് ഭയം വേണം, പക്ഷേ നിരാശ വേണ്ട. ഇങ്ങനെ റജാഉം ഖൗഫും ഒരുമിച്ചുള്ളവരിൽ നാം ഉൾപ്പെടണം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ജമഅ ബൈന ഇഹ്സാനം വശഫഖ, നന്മകൾ ചെയ്യും എന്നിട്ടും പേടിയും ഉണ്ടാകും. ഒരു യഥാർത്ഥ വിശ്വാസിയാണോ, അവൻ നോമ്പെടുക്കുന്നുണ്ട്, അവൻ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്, അവൻ ഖുർആൻ പലതവണ ഖത്തം തീർത്തിട്ടുണ്ട്, അവൻ കഴിയുന്നത്ര ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷേ വശഫഖ, അവനൊരു പേടിയുണ്ട്, സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടി, നഷ്ടപ്പെടുമോ എന്ന പേടി അവനുണ്ട്. എന്നാൽ വഇന്നൽ മുനാഫിഖ്, ഒരു കപട വിശ്വാസിയാണെങ്കിൽ ജമഅ ബൈന ഇസാഅത്തൻ വഅമല, തെറ്റുകൾ ചെയ്തിട്ടും അവൻ ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷയുണ്ടാകും. റബ്ബ് പൊറുക്കുമല്ലോ, ഞാൻ തെറ്റ് ചെയ്താലും കാരുണ്യവാനാണല്ലോ എന്ന ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ ഒരു മുനാഫിക്കിനുണ്ടാകുമെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, നാം ഈ സമയത്ത് ചിന്തിക്കേണ്ടത്, ഇതാ റമദാൻ അവസാനിക്കുമ്പോ റമദാൻ കൊണ്ട് നേടേണ്ടത് ഞാൻ നേടിയിട്ടുണ്ടോ? പരിശുദ്ധ റമദാനിലെ നോമ്പ് കൊണ്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടോ? എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, ആ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. എന്താണ് തഖ്വ? പൊതുവായി പറഞ്ഞാൽ എല്ലാ നന്മകളും ചെയ്യാനുള്ള മനസ്സ്, ഏത് തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ധൈര്യം, അതിനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വക്ക് നൽകുന്ന ഒരു നിർവചനമുണ്ട്.
4 ഘടകങ്ങൾ ഒക്കുമ്പോഴാണ് നാം തഖ്വയുള്ളവരാവുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മിലുണ്ടോ ആ 4 ഗുണങ്ങൾ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വക്ക് നിർവചനമായി പറഞ്ഞു, അത്തഖ്വാ ഹിയൽ ഖൗഫ് മിനൽ ജലീൽ. മഹാനായ റബ്ബിനെ ഭയപ്പെടൽ, എവിടെ എത്തിപ്പെടുമ്പോഴും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ. അൽ ഖൗഫ് മിനൽ ജലീൽ, ജലീലായ അല്ലാഹുവിനെ ഭയപ്പെടൽ. വൽ അമലു ബിത്തൻസീൽ, ഏത് കാര്യത്തിലും ഖുർആൻ പറഞ്ഞത് ഹദീസ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കൽ, അമല് ചെയ്യുന്നത് അള്ളാഹു അവതരിപ്പിച്ച വഹയിന്റെ അടിസ്ഥാനത്തിൽ ആക്കി മാറ്റൽ. വൽ ഖനാഅതു ബിൽ ഖലീൽ, എത്ര കുറച്ച് കിട്ടിയാലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കൽ. തഖ്വയുടെ നിർവചനമായി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരിച്ചു പോകേണ്ട യാത്രക്ക് വേണ്ടി ഒരുങ്ങൽ, തയ്യാറെടുപ്പ് നടത്തൽ. സഹോദരങ്ങളെ, 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളാകും. 1 അള്ളാഹുവിനെ ഭയപ്പെടൽ, 2 ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കൽ, 3 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ, 4 മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, എന്താണ് തഖ്വ എന്ന്. അദ്ദേഹം ചോദിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ മുള്ളുകളും കല്ലുകളുമുള്ള വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടോ? ഉണ്ടെന്നവർ പറഞ്ഞു. എങ്ങനെയാ നടക്കാറ് എന്ന് ചോദിച്ചു. ഓരോ കാലും വെക്കുമ്പോ ഞങ്ങളൊന്ന് നോക്കും, അടുത്ത കാല് വെക്കും മുമ്പ് മുന്നിലേക്ക് ഞങ്ങളൊന്ന് നോക്കും. ഞങ്ങളുടെ വസ്ത്രത്തിൽ മുള്ളു കൊളുത്താതിരിക്കാൻ, ഞങ്ങളുടെ കാലിൽ കല്ല് തറക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ച് വസ്ത്രമൊന്ന് പൊക്കിപ്പിടിച്ച് സൂക്ഷിച്ചാണ്, ജാഗ്രതയോടെയാണ് ഞങ്ങൾ നടന്നു പോവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിൽക തഖ്വ, അതാണ് തഖ്വ. ഹറാമുകളുള്ള, വൃത്തികേടുകളുള്ള, തിന്മകളുള്ള, അശ്ലീലതകളുള്ള, അധാർമികതകളുള്ള ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോ അതിലേക്കൊന്നും അകപ്പെടാതെ സൂക്ഷിച്ച് ജീവിക്കൽ, അതാണ് തഖ്വ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണ് നാം തഖ്വയുള്ളവരായാൽ അത് മുഖേന നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ? വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിൽ തന്നെ 5 നേട്ടങ്ങൾ പറഞ്ഞു. തുടർന്നുള്ള സൂറത്തുകളിൽ അതിനു മുമ്പും ശേഷവുമുള്ള അധ്യായങ്ങളിൽ തഖ്വയുടെ നേട്ടങ്ങളായി പലതും നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹ് പറയാണ്, വമൻ യത്തഖില്ലാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, യജ്അൽ ലഹു മഖ്റജാ, ഏത് പ്രയാസഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗം അല്ലാഹു അവന് നൽകുന്നതാണ്. സഹോദരങ്ങളെ, തഖ്വയുടെ ഗുണമായി അല്ലാഹ് പറയാണ്, വമൻ യത്തഖില്ലാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അവന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹ് കാണിച്ചു കൊടുക്കുന്നതാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വീണ്ടും അല്ലാഹ് പറഞ്ഞു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വയുടെ ഗുണം പറയുകയാണ്, അവൻ കണക്കാക്കാത്ത വിധം അവന്റെ ഉപജീവനം ഞാൻ വിശാലമാക്കി കൊടുക്കുന്നതാണ്. തഖ്വ ഉള്ള ആൾക്ക് അവൻ കണക്കാക്കാത്ത, ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ അറിയാത്ത വിഷയത്തിൽ പോലും റബ്ബ് അവന് പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് അവന്റെ ഉപജീവനം വിശാലമാക്കി കൊടുക്കും. വീണ്ടും അല്ലാഹ് പറയുകയാണ്, വമൻ യത്തഖില്ലാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. തീരില്ലെന്ന് അവൻ വിചാരിച്ച പ്രശ്നങ്ങൾ തീരുന്നതാണ്. പൂർത്തിയാകില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ അവന് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അതേ സൂറത്തിൽ വീണ്ടും അല്ലാഹ് പറയാണ്, വമൻ യത്തഖില്ലാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യുകഫിറു അൻഹു സയ്യിആതിഹി, അവന്റെ പാപങ്ങൾ അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ്. വയുഅലിം ലഹു അജ്റാ, അവന് വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഒരു സൂറത്തിൽ തന്നെ 5 കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞു. അവന് പ്രതിസന്ധികളിൽ അല്ലാഹു പോം വഴി കാണിച്ചു കൊടുക്കും. അവൻ കണക്കാക്കാത്ത വിധം ഉപജീവനം നൽകും. അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അവന്റെ നന്മകൾക്ക് ഇരട്ടിയായി പ്രതിഫലം കൊടുക്കും. അല്ലാഹു വീണ്ടും പറഞ്ഞു, വമൻ യത്തഖില്ലാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുകയാണ്, വനജ്ജൈനല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വാസികളായ ആളുകളെ ഞാൻ രക്ഷപ്പെടുത്തി. എന്തേ കാരണം എന്നറിയോ? വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ള ആളുകളായിരുന്നു. ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷാമാർഗം അത് യഥാർത്ഥത്തിൽ തഖ്വയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്നുള്ള മോചനം തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഒരു മൂലയിൽ ഇരുന്ന് കരയുകയാണ്. ഭാര്യ ചെന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് എന്നെ കരയിപ്പിച്ചത്. ഖുർആനിന്റെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 71, 72 ആയത്തുകൾ, നമ്മൾ എത്രയോ തവണ ഓതിപ്പോയ, എത്രയോ തവണ കേട്ട ആയത്തുകൾ. എന്താണ് ആയത്തുകളിലുള്ളത്? വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയാ
സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ. സുഹൃത്തുക്കളെ, ഹൃദയത്തിൽ തട്ടേണ്ട ആയത്തുകളാണ്. അല്ലാഹ് പറയാണ്, വഇം മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല നരകത്തിന്റെ അടുത്തെത്താത്തവരായി. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ്യ, അത് അല്ലാഹുവിന്റെ തീരുമാനിച്ചുറപ്പിച്ച ഗണ്യതമായ തീരുമാനമാണ്. പക്ഷെ അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വ കാണിച്ച് ജീവിച്ച ആളുകളെ ആ നരകത്തിന്റെ വക്കത്ത് നിന്ന് നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ്. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ, തിന്മ ചെയ്തവരെ, ശിർക്കിലകപ്പെട്ടവരെ, കുഫറിലകപ്പെട്ടവരെ, ബിദ്അത്തിന്റെ പിന്നാലെ പോയവരെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരെ, അയൽവാസികളെ ഉപദ്രവിച്ചവരെ, മക്കളെ പ്രയാസപ്പെടുത്തിയവരെ, തിന്മയുടെ പിന്നാലെ പോയ ആളുകളില്ലേ, വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ, മുട്ടുകുത്തുന്നവരായി ആ നരകത്തിലങ്ങ് വീഴ്ത്തും. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന, നരകവക്കിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്ന ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താ? സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വ കാണിച്ച ആളുകളെ നാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. വിശ്വാസികളെ, റമളാനിലൂടെ, നോമ്പിലൂടെ ആ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പലതവണ നമ്മുടെ ഹൃദയത്തോട് നാം ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനം 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 63-ാമത്തെ വചനമാണ്. അല്ലാഹു പറഞ്ഞു, തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ ഖാന തഖിയ്യാ. തിൽക്കൽ ജന്ന, ആ സ്വർഗമുണ്ടല്ലോ, അതാണ് സ്വർഗം. അല്ലതീ നൂരിസു മിൻ ഇബാദിനാ, നമ്മുടെ അടിമകൾക്ക് അനന്തര സ്വത്തായി ഞാൻ കൊടുക്കുന്ന സ്വർഗമാണത്. മൻ ഖാന തഖിയ്യാ, ആരാണോ തഖ്വയുള്ളവൻ, അവർക്ക്, എന്റെ അടിമകളിൽ തഖ്വ കാണിച്ച് ജീവിച്ച ആളുകളാണോ, അവരൊക്കെ എങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഞാൻ അനന്തര സ്വത്തായി കൊടുക്കുന്ന, തറവാട് സ്വത്തായി കൊടുക്കുന്ന, ഉടമപ്പെടുത്തി കൊടുക്കുന്ന സ്വത്താണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹ് വീണ്ടും പറഞ്ഞു, വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചവരാരോ അവരെ കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. വിശ്വാസികളെ, ആ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. സ്വർഗത്തിലേക്ക് കൂട്ടത്തോടെ കൊണ്ടുപോയി അവിടുത്തെ മലക്കുകൾ ആശീർവദിച്ച്, വരൂ, നിങ്ങൾ നന്മ ചെയ്തവരാണ്, നിങ്ങൾ നോമ്പെടുത്തവരാണ്, നിങ്ങൾ തഖ്വയുള്ളവരാണ്, കടന്നു വരൂ സ്വർഗത്തിലേക്ക് എന്ന് പറയുന്ന സന്തോഷ വാർത്ത മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും കിട്ടണം. അല്ലാഹ് വീണ്ടും പറഞ്ഞു, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, മുത്തഖീങ്ങൾക്ക് വിദൂരമല്ലാത്ത വിധം സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്, സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, സ്വർഗത്തിലേക്ക് മനുഷ്യരെ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, വ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ചേർത്തി പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവനായി ജീവിക്കാൻ സാധിച്ചാൽ അവനെ അള്ളാഹു ഇഷ്ടപ്പെടും. ആരെങ്കിലും സൽസ്വഭാവികളായാൽ അവനെ പടപ്പുകളും ഇഷ്ടപ്പെടും. തഖ്വയുണ്ടോ റബ്ബിന് ഇഷ്ടമാകും, സൽസ്വഭാവമുണ്ടോ ജനങ്ങൾക്കും ഇഷ്ടമാകും. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി തഖ്വയ്ക്ക് വേണ്ടി റബ്ബിനോട് തേടിയിരുന്നു. നമ്മളും തേടണം. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ 10-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ മണിക്കൂറുകളിൽ, നിമിഷങ്ങളിൽ റബ്ബിനോട് തേടണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽഅഫാഫ വൽഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, അല്ലാഹുവേ സന്മാർഗബോധം തരണേ, വത്തുഖാ സൂക്ഷ്മതാബോധം തരണേ, വൽഅഫാഫ പരിശുദ്ധ ബോധം തരണേ, വൽഗിനാ ഐശ്വര്യബോധം തരണേ. അല്ലാഹുവേ ധന്യതയും പരിശുദ്ധിയും സൂക്ഷ്മതാബോധവും സന്മാർഗബോധവും നൽകണേ എന്ന് മുഅ്മിനീങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു പഠിപ്പിച്ചു, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹാ, എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിന് തഖ്വ നൽകണേ അല്ലാഹ്. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവൻ നീയാണല്ലോ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ അല്ലാഹ്, അതിന്റെ യജമാനനും ഉടമസ്ഥനും നീയാണല്ലോ എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ തഖ്വയുള്ളവരാകാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മിനിറ്റുകളായി ഇനിയുള്ള മിനിറ്റുകളെ നാം കാണുക. അല്ലാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ അവസാന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുറെ ചെയ്യാനായി എന്ന ഉജ്ബിലേക്ക് എത്തുന്നതിനു പകരം സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടി നമ്മിൽ ഉണ്ടാവുകയും സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന ചിന്തയും, യഥാർത്ഥത്തിൽ റമദാൻ കൊണ്ട് നേടേണ്ടത് ഞാൻ നേടിയിട്ടുണ്ടോ എന്നാണ്, തഖ്വ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഈ സമയത്ത് ആലോചിക്കേണ്ടത് എന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. മനുഷ്യരാണ്. ഇനിയും എത്ര ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ കുറവുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അവയെ പരിഹരിക്കാനുള്ള മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടോ ഒന്നാണ് സകാത്തുൽ ഫിത്ർ എന്നത്. അവിടുന്ന് സകാത്തുൽ ഫിത്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചത്, അവിടുന്ന് പ്രത്യേകം പറഞ്ഞു, തുഹ്റത്തൽ ലിസ്വായിം മിനൽ ലഗ്വി വറഫസ്. നോമ്പുകാരന് സംസാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനാണ് സകാത്തുൽ ഫിത്ർ. വതുഅമത്തൽ ലിൽ മസാകീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ളത് കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ ഇണത്തിൽ അത് എണ്ണിപ്പറയുകയും മിസ്കീനിനുള്ള ഭക്ഷണമാണ് എന്ന് പറയുകയും ചെയ്തതിനാൽ എല്ലാവരും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെങ്കിലും എല്ലാവരും വാങ്ങുന്ന രീതി ശരിയല്ല. ചില ആളുകളൊക്കെ ചില മഹല്ലുകളിലൊക്കെ മനസ്സിലാക്കിയത് എല്ലാവരിൽ നിന്നും വാങ്ങുന്നു, അത് എല്ലാവരിലേക്കും എനിക്ക് വേണ്ട എന്ന് പറയുന്നവരെ മാറ്റി നിർത്തി ബാക്കി എല്ലാവരിലേക്കും അത് കൊടുക്കുന്നു. ആ രീതി ശരിയല്ല. മിസ്കീനിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്കല്ലാതെ സക്കാത്തുൽ ഫിത്ർ നൽകാൻ പാടില്ല. അവർ അതിന് അവകാശികളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഒരു മിസ്കീനിന്റെ ഗണത്തിലാണോ, അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്റിൽ നിന്ന് ഒരു തരി അരി എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ വിശ്വാസികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രവുമല്ല, അതിന്റെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഇന്നലെ തന്നെ അതിന്റെ കാര്യങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളിൽ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗത്തിൽ അത് കൊടുത്തു തീർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുറവുകൾ നമുക്ക് പരിഹരിക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സൂക്ഷ്മമായാണ് പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മഗ്ഫിർലി ദംബി കുല്ലഹ്, അല്ലാഹുവേ എന്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ. ദിക്കഹു വജില്ലഹു, സൂക്ഷ്മമായി നിനക്കറിയുന്ന, പ്രത്യേകം നിനക്കറിയുന്ന, എന്റെ ജീവിതത്തിൽ സംഭവിച്ച എനിക്കറിയാത്തതും നിനക്കറിയും. നീ എല്ലാം അറിയുന്നവനാണ്. സൂക്ഷ്മമായും സ്ഥൂലമായും എന്നിൽ നിന്ന് സംഭവിച്ച എല്ലാം എനിക്ക് പുറത്തു തരണേ. അവ്വലഹു ആഖിറഹു, എന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ സംഭവിച്ചതും ഇനി മരിക്കുന്നതിന് മുമ്പ് ഒടുക്കത്തിൽ സംഭവിക്കുന്നതും പുറത്തു തരണേ അല്ലാഹ്. അലാനിയതഹു വസിറഹു, എന്റെ ജീവിതത്തിൽ രഹസ്യമായി വന്നതും പരസ്യമായി സംഭവിക്കുന്നതും പുറത്തു തരണേ അല്ലാഹ്. റസൂലുള്ള പ്രാർത്ഥിക്കും, അല്ലാഹുമ്മഗ്ഫിർലി ദംബി കുല്ലഹ് ദിക്കഹു വജില്ലഹ് അവ്വലഹു ആഖിറഹു അലാനിയതഹു വസിറഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പെരുന്നാളിനെ സ്വീകരിക്കാനുള്ള ദിവസങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. അതൊന്നും നമ്മുടെ റമദാനിനെ ബാധിക്കാൻ പാടില്ല. ഇനി പെരുന്നാളിനെ സ്വീകരിക്കാനുള്ള നെട്ടോട്ടമോടുന്നതിനിടയിൽ ഷോപ്പിംഗിൽ അകപ്പെട്ട് ഇബാദത്തുകൾക്ക് ഭംഗം വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങാടികളിൽ സമയം ചെലവഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം.
എല്ലാവരും ഈദിലേക്ക് എത്തിച്ചേരാൻ മുസല്ല ഈദിലേക്ക് വരാൻ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടേത് റോസ് ലോഞ്ച് അങ്കണത്തിൽ വെച്ചാണ്. രാവിലെ 7:15 തുടങ്ങുന്ന രീതിയിലാണ് ഈദുൽ ഫിത്തറിന്റെ നമസ്കാരവും അതുപോലെ തന്നെ ഖുതുബയും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകം കുളിച്ച് ശുദ്ധിയായി വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച ദിവസമാണ്. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ അവിടുന്ന് പഠിപ്പിച്ച ദിവസമാണ്. പുരുഷന്മാർ സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നിമിഷങ്ങളാണ്. തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടാണ് മുസല്ലകളിലേക്ക് വരേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ആ ബാലവൃദ്ധം ജനങ്ങളും, എന്തിനധികം അശുദ്ധിയിലുള്ള സ്ത്രീകൾ പോലും അവിടേക്ക് വരണമെന്നും നിസ്കരിക്കാതെ മാറി നിന്നാൽ മതിയെന്നും അവിടുത്തെ ഖുതുബയിൽ അവിടുത്തെ പൊതു പ്രാർത്ഥനയിൽ അവർക്കും പങ്കെടുക്കാമല്ലോ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിവസമാണ് എന്ന് സഹോദരങ്ങളെ നാം ഓരോരുത്തരും മനസ്സിലാക്കുക. സൗകര്യത്തിനു വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ വുളുവോട് കൂടി വരാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നന്മയിൽ മുന്നേറാൻ, ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കാവുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അയക്കുമ്പോൾ വലതു കൈയിൽ ഗ്രന്ഥം വാങ്ങി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, സന്തോഷവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഇടതു കൈയിൽ പിറകിലൂടെ ഗ്രന്ഥം വാങ്ങി നരകത്തിൽ പ്രവേശിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മോചനം നൽകണം യാ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫാഇനെ പ്രദാനം ചെയ്യണം യാ റഹ്മാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اعتقنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في غزة يا ذا الجلال والعزة. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد.